ഒരിടത്ത് നാരായണൻ എന്നു പേരുള്ള ഒരു കഞ്ചൂസനുണ്ടായിരുന്നു. വീട്ടിൽ ആരെങ്കിലും വിരുന്നിന് വന്നാൽ ചായയോ പലഹാരമോ കൊടുക്കേണ്ടി വരുമല്ലോന്നോർത്ത് പുള്ളിക്കാരൻ എപ്പോഴും ആധിയാണ്. ഒരു ദിവസം വൈകുന്നേരം നാരായണനും ഭാര്യ ഭാരതിയും മകൻ കുട്ടനും കൂടി ഉമ്മറത്തിരിക്കുമ്പോ അതാ ദൂരെ നിന്നൊരാൾ നടന്നുവരുന്നു. നാരായണന്റെ പണ്ടത്തെ ഒരു കൂട്ടുകാരൻ രാഘവൻ. കൂട്ടുകാരനെ കണ്ടതും നാരായണൻ പരിഭ്രാന്തനായി. അദ്ദേഹം വേഗം ഭാര്യയോടും മകനോടും പറഞ്ഞു, ദേ ആ രാഘവൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. അവൻ വന്നാൽ ചായയും പലഹാരവും കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഞാനും ഭാരതിയും കൂടി അകത്തുപോയി ഒളിക്കാം. കുട്ടാ, നീ ഉമ്മറത്ത് തന്നെ ഇരുന്നോ. അവൻ ചോദിച്ചാൽ അച്ഛനും അമ്മയും വീട്ടിലില്ല, എങ്ങോട്ടോ പോയതാണെന്നു പറഞ്ഞേക്ക്. അങ്ങനെ അച്ഛനും അമ്മയും വേഗം വീടിനകത്ത് കയറി വാതിലടച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ രാഘവൻ വീട്ടിലെത്തി. ഉമ്മറത്തിരിക്കുന്ന കുട്ടനെ കണ്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു, മോനെ, അച്ഛനും അമ്മയും എവിടെ? കുട്ടൻ പതരാതെ മറുപടി പറഞ്ഞു, അച്ഛൻ കടയിൽ പോയതാ അമ്മൂമാനെ കാണാൻ. അമ്മ അപ്പുറത്തെ വീട്ടിൽ പോയതാ കറിവേപ്പില മേടിക്കാൻ. രാഘവന് കാര്യം ഏകദേശം മനസ്സിലായി. അവൻ കുട്ടനെ ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. ആഹാ, അപ്പൊ മോൻ വീട്ടിൽ ഒറ്റയ്ക്കാണല്ലേ? എന്നാ ശരി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിന്റെ അച്ഛനും അമ്മയും ഒരേ സമയത്താണോ വീട്ടിൽ നിന്ന് പോയത്? അകത്തിരുന്ന അച്ഛനും അമ്മയും ജനൽ വഴി ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. മകൻ എന്തു പറയുമെന്നോർത്ത് അവർ നെഞ്ചിടിച്ചു നിന്നു. പക്ഷെ നമ്മുടെ കുട്ടൻ ഒട്ടും വിട്ടുകൊടുത്തില്ല. അവൻ ചിരിച്ചുകൊണ്ടു പറഞ്ഞു, ഏയ്, ഒരേ സമയത്തൊന്നുമല്ല പോയത്. അമ്മ മുൻവാതിൽ വഴിയും പോയി, അച്ഛൻ പിൻവാതിൽ വഴിയും പോയി. ഇതു കേട്ടതും അകത്തിരുന്ന നാരായണന് ദേഷ്യം സഹിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ജനലിലൂടെ തല പുറത്തേക്കിട്ട് കുട്ടനോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, എടാ വിഡ്ഢി, ഞാൻ പിൻവാതിൽ വഴിയല്ല ഒളിച്ചത്. നിന്റെ അമ്മയുടെ കൂടെ കട്ടിലിനടിയിലാണ് ഒളിച്ചിരിക്കുന്നതെന്ന് നിന്നോട് എത്ര വട്ടം പറയണം. അതുവരെ അടക്കി പിടിച്ചു നിന്ന രാഘവൻ പൊട്ടിച്ചിരിച്ചുപോയി. നാരായണന് നാണക്കേട് കൊണ്ട് തലയിൽ മുണ്ടിടേണ്ടി വന്നു.